എല്ലാവർക്കും ജാസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മേഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ആഘോഷങ്ങൾക്കൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടി മേഡ് ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ ലൈറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ സ്കിപ്പ് ചെയ്ത് കാണുക. അതേപോലെ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ മേഡ് ചെയ്യാം. വീട്ടിൽ നിന്ന് നല്ല അടിപൊളിയാണ്, കിട്ടുന്ന സംഭവമാണ് നമ്മൾ മേഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നമ്മൾ ഫുള്ള് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കുക, അതുപോലെ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതേപോലത്തെ പാത്തി, നമ്മൾ പി വി സിൻ്റെ ഒക്കെ ഷീറ്റുമൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇത് വരുന്നത് 62 സെൻറ്റിമീറ്ററാണ്. അപ്പം ഇനി ഇല്ലെങ്കിൽ പി വി സി ഒക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കാവാണെങ്കിൽ ഇവിടെ ഈ പാത്തി ഉണ്ടായതുകൊണ്ട് നമ്മൾ എടുത്താണ്, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ എടുക്കണം. നിങ്ങൾക്ക് വേണ്ടി സെൻറ്റിമീറ്ററിലും എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ടായിന്, അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തേനി. കണ്ടില്ലേ, ഇതാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ബാക്കി വരയിടൊക്കെ നോക്കാം. നമുക്ക് ഇങ്ങനത്തെ ഒരു A4 ഷീറ്റ് എടുക്കുക. ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കുറച്ച് വീഡിയോ മിസ്സായി പോയിന്. അത് ഞങ്ങൾ ക്രോസ് ലൈൻ പറഞ്ഞുതരാം. അടുത്ത A4 ലൈൻ നമ്മൾ പറഞ്ഞാൽ തുറക്കും. ഇതേപോലെ ഞങ്ങൾ ക്രോസ് വരയ്ക്കുക. ഇനി അടുത്ത A4 ഷീറ്റ് എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആദ്യം ഇങ്ങനത്തെ ഒരു ലൈൻ വരയ്ക്കണം. ആ ബോക്സ് വരച്ചതിന് ശേഷം നമ്മൾ ക്രോസായി എല്ലാം ഇതേപോലെ വരച്ചെടുക്കുക. നമ്മൾ ആ ക്രോസിനവിടെ ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു ഡോട്ട് ഇട്ട് ഇങ്ങനെ നമുക്ക് നിങ്ങൾ ഏത് ഡിസൈനിൽ വരയ്ക്കുക കേട്ടോ. നമ്മൾ ഈ ഡിസൈനാണ്. ഇനി ഏകദേശം ഇവിടെ കയറ്റി നമ്മളൊരു ഡോട്ട് ഇട്ട് അതേപോലെ ആ സൈഡിൽ നമ്മൾ ഇവിടെ ഏകദേശം ഈ മോഡലിൽ നമ്മൾ ഡോട്ട് ഇട്ട് കണ്ടില്ലേ, കുറച്ച് വിടുത്ത് തരുന്ന രീതിയിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് അതിന് ശേഷം നമ്മൾ ഇനി ഇടാൻ പോകുന്ന ഡോട്ട് ഈ ഭാഗത്തും അതേപോലെ ആ ജോയിൻ്റെ അടുത്ത് ഡോട്ട് ഇട്ട് കണ്ടില്ലേ, അങ്ങനെ ഡോട്ട് ഇട്ട് അതേപോലെ ആ സൈഡിലും ഡോട്ട് ഇട്ട് ഈ സെൻറ്ററിൽ അവിടെ ഡോട്ടിട്ട് ഇതേപോലെ ഇവിടെയും നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇട്ട് ഇനി കുറച്ച് ആടായിട്ട് അവിടെയും ഡോട്ട് ഇടുക. നിങ്ങൾ ഏത് മോഡലും വരയ്ക്കുക. നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ഏതാണ് സിമ്പിൾ ഒന്നിനെ സർക്കിളോ ഏതൊന്നും വരയ്ക്കുക. നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ചൂസ് ചെയ്തത്. ഇനി നമ്മൾ സെൻറ്റർ ജോയിൻ ചെയ്യുന്നിടത്തൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. സെൻറ്റർ ജോയിൻ ചെയ്യുന്നിടത്ത് ഡോട്ട് ഇടുക. കണ്ടില്ലേ, പിന്നെ കണ്ടില്ല നല്ല ഒന്ന് റെഡി ആക്കി കൊടുക്കുകയാണ്. പിന്നെ വേണ്ടതും ഇവിടെ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ഇവിടെ ഒരു ഡോട്ട് ഇടുക, അതേപോലെ ഇവിടെ ഒരു ഡോട്ട് ഇടുക, ഇവിടെ ഡോട്ട് ഇടുക. അതിനുശേഷം അതിൻ്റെ ആ ലൈൻ വരെ തന്നെ ഇവിടെ ഒരു ഡോട്ട് ഇടണം. പിന്നെ നമ്മൾ ഡോട്ട് ഇടണം ഇവിടെ. ഇങ്ങനത്തെ ഈ പാറ്റേണിലാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. നമ്മൾ ഈ പാറ്റേണിലെ എല്ലാ പേപ്പറും ഇതേപോലെ നിങ്ങൾ ഡോട്ട് ഇട്ട് വരയ്ക്കുക. ഏത് ഡിസൈനും നമ്മൾ എടുക്കുക പറഞ്ഞല്ലോ അതേപോലെ നിങ്ങൾ വരച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം ബാക്കിയൊക്കെ. നമ്മൾ വരച്ച പേപ്പറില്ലേ ഇനി ചെയ്യേണ്ടത് നമ്മളെ ഇവിടെ ഓരോന്നായിട്ട് നമ്മളെ PVC-ൻ്റെ നമ്മളെ ഈ മരം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ മതി പേപ്പറാണല്ലോ. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഫെവിക്കോൾ നല്ല ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് നമ്മളെ തൽക്കരം വരെ എത്തിക്കാം. ഇതേപോലെ ആക്കി കൊടുക്കുകയാണ്. ഇതേപോലെ ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഒക്കെ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട് ഇവർ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇവിടെ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി നമ്മളെ സാധാ പെയിൻറ്റും പാത്രമല്ലേ, സാധാ ചെറിയ പെയിൻറ്റ് പാത്രം അത് നമ്മളിങ്ങനെ സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗി ഇട്ടിട്ടത് സംഭവം ഇതേപോലെ ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കുകയാണ്. നമ്മൾ ഇവിടെ വെക്കുക. ഇവിടെ വെച്ച് കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് ഫ്ലഷ് കിക്ക് എന്തെങ്കിലും ഇട്ടൊന്ന് നല്ല ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അവിടെ ഫ്ലഷ് കിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് വന്ന് പേസ്റ്റ് ചെയ്യാം. ഇതേപോലെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് മേഡ് ചെയ്തൊരു വീഡിയോയിലുള്ളതാണ്. ഡ്രില്ലിംഗ് മെഷീനാണ്. നമ്മൾ തന്നെ മേഡ് ചെയ്തൊരു ഡ്രില്ലിംഗ് മെഷീനാണ്. അത്യാവശ്യം നല്ല തൊഴിലൊക്കെയാണ്. PVC ഒക്കെ നല്ല സുഖമായിട്ട് തുഴയും. അപ്പോൾ അതിനുള്ള ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ വീഡിയോ നമ്മൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കമൻറ്റ് ബോക്സിനും കൊടുക്കാം. ഞാൻ ഡോട്ടിലെടുത്ത് നമുക്ക് ഹോൾസ് ഇടണം. നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് അവിടേക്കൊന്ന് ഹോൾസ് ഡ്രിൽ മെഷീനാണ്. എന്തിനാണ് ഹോൾസ് ഇടുക. ഡ്രിൽ മെഷീൻ ഒന്നും വേണ്ട കേട്ടോ. ഇതിന് നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടി ഡ്രിൽ മെഷീൻ എടുത്തതേ ഉള്ളൂ.
നമ്മൾ ഇതേപോലെ അങ്ങനെ ഇടുക. നമ്മൾ എന്തിനോടോ കമ്മി എന്താ ചൂടാക്കി വെക്കാം. നമ്മൾ LED വാങ്ങിണ്ടാവുമല്ലോ ഈ ഹോൾസിലേക്ക് വെക്കാം. ഇതിപ്പോൾ 75 ഹോൾസ് ഉണ്ട്. 75 ഹോൾസ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ LED കറക്റ്റായി ഇടുക കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ചാടിയാലും കറക്റ്റ് ആവാൻ നിൽക്കരുത്. അങ്ങനെ എല്ലാ ഹോൾസും നമ്മൾ ഇടുക. അപ്പോൾ നമ്മൾ ഫുള്ള് വർക്കും ഇവിടെ കഴിഞ്ഞ് ഇതാ നമ്മൾ ഹോൾസ് ഇട്ട് നമ്മൾ LED കറക്റ്റായി ഇതാ ഫുള്ള് വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളിതില്ലേ നമ്മൾ ഇനി പെയിൻ്റ് അടിക്കുകയൊക്കെ വേണം. അപ്പോൾ ഇനി നമുക്ക് ഈ പേപ്പറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ പേപ്പറൊക്കെ നമുക്ക് ഇനി അടുത്ത് കീറി കളയാം. നമ്മൾ ഈ പേപ്പർ കീറി കളയതാ ഇതേപോലെ ഒന്നിങ്ങനെ കീറി കൊടുക്കുക. എന്നാലേ പെയിൻ്റൊക്കെ പിടിക്കും. ഇനി നമ്മൾ ഈ പേപ്പറിൻ്റെ ആവശ്യമേ ഇല്ല. ഇതേപോലെ ഇങ്ങനെ കീറി കൊടുക്കുക. അപ്പോൾ നമ്മൾ കീറി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ബ്ലാക്ക് പെയിൻ്റാണ് നമ്മളിവിടെ അടിക്കുന്നത്. നമ്മളിങ്ങനെ പെയിൻ്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ്ടില്ലേ നമ്മൾ ബ്ലാക്കാണ് ഇട്ട് അടിക്കുന്നത്. ഇപ്പം ബ്ലാക്ക് ഗ്രേ നമുക്ക് വേറെ സ്ഥലത്ത് അടിക്കാനുള്ളതാണ്. നമ്മളിതാ ബ്ലാക്ക് കളർ അടിച്ച് ഇവിടെയാണ് നമ്മൾ സിൽവർ അടിച്ചത് കേട്ടോ. കണ്ടില്ലേ നമ്മൾ ഈ മോഡലിൽ ചെയ്തെടുത്ത് കണ്ടില്ലേ. ഇവിടെ ബ്ലാക്ക്, പിന്നെ അവിടെ നമ്മളിവിടെ ഗ്രേ അടിക്കുകയാണ് പറഞ്ഞിനി. എനിക്ക് ഒന്നുകൂടി നല്ലത് തോന്നിയത് നമ്മളെ സിൽവറാണ്. അപ്പോൾ നമ്മൾ സിൽവറാണ് അടിച്ചത്. ബാക്ക് ഭാഗമൊന്നും നമ്മൾ പെയിൻ്റ് അടിച്ചില്ല. കണ്ടില്ലേ ഇതാ സിൽവർ കളറാണിത്. ഇതാണ് നമ്മൾ അടിച്ചത്. ഇവിടെ ഹോൾസൊക്കെ കറക്റ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ നല്ല കണ്ടീഷനാക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു വൃത്തിക്ക് വേണ്ടി ഏത് പെയിൻ്റ് നിങ്ങൾക്ക് അടിക്കാം. നമ്മൾ ഈ കളർ അടിച്ചത് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ ഇതേപോലെ ആക്കി എടുത്ത് ഇത്ര ഹൈറ്റാണ് ഇതിന് വരുന്നത് ഒക്കെ പറഞ്ഞതുപോലെ. നമ്മത് LED കണക്ഷനാണ് നോക്കേണ്ടത്. നമ്മൾ LED കണക്ഷന് വേണ്ടിയതാണ്. നമ്മൾ ഈ മാല LED ഒക്കെ വരുന്ന പോലെ ഇതൊക്കെ അങ്ങനത്തെ ഷോപ്പിൽ വെച്ചാൽ കിട്ടും. 200 എത്ര റേറ്റ് വരുന്നത്. നമ്മളത് ബേക്ക് വെച്ചതിന് ശേഷം ബേക്കിന് ഇങ്ങനെ LED ഇങ്ങനെ ആ ഹോൾസ് കൂടെ ഇങ്ങനെ ഫുള്ളൊന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. അതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഹോൾസ് ഫുള്ള് ഫില്ലാക്കാം അങ്ങനെ. അപ്പോൾ അതാ നമ്മൾ ഫുള്ള് റെഡിയാക്കി കണ്ടില്ലേ എല്ലാ ഹോൾസിലും. ചിലതൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ പൊന്തിക്കണം കണ്ടില്ല ഞങ്ങൾ. ഹോൾസിൻ്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞല്ലോ. ഇതേപോലെ കുറച്ച് കൂടി പോയാൽ ഫുള്ള് പണി കിട്ടും. ഇത് പിന്നെയും കുഴപ്പമില്ല. ഇല്ല ഈ മോഡലിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ നിൽക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ പശ ഇടുകയാണ്. അതായത് പ്ലസ് കിക്ക്. ആ പ്ലസ് കിക്കാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത്. ആ പ്ലസ് കിക്ക് യൂസ് ചെയ്ത് ബേക്കിൽ കുറച്ച് LED അങ്ങോട്ട് ആകിയെന്നുണ്ട് നമ്മൾ ഉള്ളിലേക്ക് ആക്കുക. ഇതേപോലെയാണ് ഇതിൻ്റെ ബേക്കത്തെ സെക്ഷൻ വരുന്നത്. ഞാൻ ആ പ്ലസ് കിക്ക് അവിടെ ഇങ്ങനെ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മളെ പ്ലഗിലേക്കും നമ്മൾ അതിൻ്റെ പിന്ന് LED പിന്നുണ്ടാവുമല്ലോ അങ്ങനെയുള്ള നമ്മളെ പ്ലഗിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാനുള്ളത് ഒന്ന് ഓണാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം. ഇതേപോലെ നല്ല വരിക. നമ്മൾ ആ പ്ലഗൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരിട്ട് കറണ്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് വേറെ ട്രിക്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. ഈ പ്ലഗ് നമുക്ക് ശരിയാവില്ല. അപ്പോൾ നമ്മളിത് മുകളിൽ ഇങ്ങനെ സെറ്റാക്കാൻ പോകണം. നമ്മൾ വീടിൻ്റെ മുകളിൽ ചാരിപ്പടിൻ്റെ ഒക്കെ അവിടെ ആയിട്ടാണ് നമ്മൾ സെറ്റാക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുകയാണ് ഈ സൈഡിൽ. നമ്മുടെ LED ലൈറ്റിന് കണക്ഷൻ വരുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മളിതിന് മുമ്പ് ഉണ്ടാക്കിയ ഒരു വീഡിയോൻ്റെ ഷോ ബൾബ് വീഡിയോ നിങ്ങൾ കണ്ടി. അതിൻ്റെ ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. അടിപൊളി തന്നെയാണ് സംഭവം. അപ്പോൾ അതിന് നമ്മളിങ്ങനെ കണക്ഷൻ എടുത്തിട്ട് നമ്മളെ LED ഡെക്കറേഷൻ ഒക്കെ കൊടുത്ത് കണ്ടില്ലേ. അപ്പോൾ നമ്മളെ LED ആ പിന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ കണക്ഷൻ കൊടുത്ത് പിന്നെ അവിടെ നമ്മൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഓണോ സ്വിച്ച് നമ്മൾ സാധാ സ്വിച്ച് തന്നെ കൊടുത്താൽ മതി, പേടിക്കൊന്നും വേണ്ട. കണ്ടില്ലേ. അപ്പോൾ ഒന്ന് നമ്മളത് LED അതായത് നമ്മളെ ഷോ ബൾബ് അവിടുന്ന് വരുന്ന കണക്ഷനാണ്. ഇപ്പോൾ ഒന്ന് നമ്മളെ LED ബൾബിൻ്റെ ഒക്കെ കണക്ഷനാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്വിച്ച് മേഡ് ചെയ്തത്. നമ്മൾ ഷോർട്ടറൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ കാണിക്കാത്ത ലെങ്ത്ത് കൊണ്ടെന്ന് കരുതിയാണ്. നമ്മൾ ഓണാക്കി വെക്കാം. ഇത് കണ്ടേ ഇതിപ്പോൾ ലൈറ്റുള്ള ടൈമിലുള്ളതാണ്. കണ്ടില്ലേ സെറ്റാണ് സംഭവം. കണ്ടില്ലേ ആ റിമോട്ടൊക്കെ പുറത്തൊക്കെ ആക്കി നമ്മൾ ഇതൊക്കെ മാറ്റാൻ സെറ്റപ്പ് തന്നെയാണ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ ലൈറ്റ് ഓൺ ആക്കിയപ്പോഴുള്ള വിഷ്വൽസ് ആണ്. കണ്ടില്ലേ സെറ്റപ്പാണ് സംഭവം. ക്ലിയറാണ്. ഇത് നൈറ്റാട്ടോ, നൈറ്റിലാണ്. അപ്പോൾ മൊബൈൽ അത്ര ക്ലിയർ പിടിക്കില്ല. അതാണ് ഇതേപോലെ മൊബൈൽ തീരെ ക്ലിയർ പിടിക്കില്ല നൈറ്റ് ആയതുകൊണ്ടേ. നമ്മൾ സൂം കൂട്ടിനപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി തരുന്നത്. ഇല്ലല്ലേ സെറ്റപ്പ് തന്നെ സംഭവം. ഇന്നത്തെ നമ്മളെ ഡെക്കറേഷൻ ലൈറ്റിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ LED ഇല്ലേ അതാ ഇതിനുള്ളിൽ കണ്ടായിരുന്നു എന്താ കമ്പനീൻ്റെ പേരൊക്കെ എത്ര 200 എത്ര റൈറ്റ് തന്നെ ഉള്ളൂ. 200 എത്ര. പിന്നെ ഇത് റിമോട്ട് വരുന്നുണ്ട്. റിമോട്ട് വരാത്ത മോഡലുണ്ട്. ഒറ്റ റേറ്റ് എത്തുന്നുണ്ട്. നമുക്ക് റിമോട്ട് വരുന്നതാണ്. നമ്മൾ ഈ കണക്ഷൻ എടുക്കാൻ വീഡിയോ പറഞ്ഞ പോലെ ഇവിടെ സ്വിച്ച് ഓഫ് ആക്കാം, ഓൺ ആക്കാം. ഈ മോഡലൊക്കെ കഴിയും നമ്മളിതിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ ലൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഫുള്ള് കണ്ടതിന് നിങ്ങൾ ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയാണ്. പിന്നെ അതുപോലെ ഇവിടെ പറ്റിയുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഇതും നല്ല വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.